ബ്ലാക്ക് ഫോറസ്റ്റിലിരുന്ന് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കഴിക്കാൻ പറ്റണത് വളരെ ഭാഗ്യമാണ്. ഇന്ന് പോവാൻ പോണത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. വെറും 5-6 ട്രെയിൻ കയറി പോയാൽ മതി. ഇവിടുന്ന് ഒരു 3-4 മണിക്കൂർ പിടിക്കും. പക്ഷേ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കഴിക്കാം, ബ്ലാക്ക് ഫോറസ്റ്റ് കാണാം. പോയിട്ട് സൺഡേ നമുക്ക് ഭയങ്കര പ്രൈവസിയാണ്. കാരണം ഫുള്ളും ചത്ത പോലെയാണ്, ആരുമില്ല റോട്ടിൽ. ആരുണ്ട്? പള്ളിയുടെ സ്ഥലം ഉണ്ടോ? നല്ല ഭംഗി. ഇതിൽ കൂടെ പോയാൽ എനിക്ക് തോന്നുന്നു റെയിൽവേ സ്റ്റേഷൻ എത്തുന്ന. ഞാൻ പ്ലാറ്റ്ഫോമിലെത്തി. എനിക്കിപ്പോൾ തെറിയ കൂട്ടാ. വേറെ ഞാൻ ഒറ്റക്കല്ല, വേറെ 2 പേരുണ്ട്. അവരെ ഞാൻ വിളിച്ചു വരുത്തിയിട്ട് ഞാൻ ലേറ്റ് ആയി. ബർത്ത്ഡേയുടെ ഹാപ്പി ബർത്ത്ഡേ ടു യു. അനന്തൻ കൃഷ്ണൻ പറക്കോലിയുടെ ബർത്ത്ഡേ, അനന്തൻ കൃഷ്ണൻ പത്മനാഭൻ പറക്കോലിയുടെ ബർത്ത്ഡേയുടെ. അതുകൊണ്ടാണ് ഞങ്ങൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കഴിക്കാൻ പോണത്. ചെലവ് ഫുള്ള് വെന്റെയാണ്. 4 ട്രെയിൻ കയറിയിട്ടാ പോണത്. 4 മണിക്കൂർ അല്ലേ, 3 മണിക്കൂർ കയറിയിട്ടാണ് ഞങ്ങള് പോവാൻ പോണത്. ഇതല്ലേ ഞങ്ങളിപ്പം ഒരു ട്രെയിൻ ഇറങ്ങി. നടക്കാൻ പോണത് ബർത്ത്ഡേ സ്പെഷ്യൽ ഫോട്ടോഷൂട്ട്. ഇതിലാരാണ്? ആ പെണ്ണിനാണ് എടുക്കണത്. ആ പെണ്ണിനെ എടുക്കണാ. ഇതിലാരുടെ ഫോട്ടോ ആണ് നീ എടുത്തത്? ഇതിലവനെവിടെ? ഈ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന്റെ പിന്നിൽ കുറച്ച് ചരിത്രമുണ്ട്. എടാ കൊണ്ടുവന്നേക്കണം എന്തിനാണെന്നറിയോ? ഇതേപോലെ ട്രെയിൻ ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ്. കാരണം ഞാൻ പോയാൽ എപ്പോഴും വഴി മാറിപ്പോവും. ഈ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ജോസഫ് കെല്ലർ എന്ന് പറഞ്ഞ ആരുമാണ് ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. സത്യമായിട്ടും ഗൂഗിളിലുണ്ട്. 2015 ജോസഫ് എന്ന് പറഞ്ഞ ഒരാളുണ്ടാക്കിയ, അതാണ് ഇതിന്റെ ഫൗണ്ടർ. അപ്പൊ അതിന് ആ കേക്ക് കണ്ടുപിടിച്ചാണ് ഇതൊക്കെ അറിഞ്ഞിട്ടാണ്ടോ ഞാൻ കേറി വന്നത്. ബസ് വന്ന് അപ്പൊ അടുത്ത ബസ്സിൽ കയറണവരെ ബസ് പോയി. ഗൈസ് ആദ്യം ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കിട്ടും. ബസ്സിലുള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ്. ചെമ്മരിയാട് ട്രെയിൻ 5 മിനിറ്റിനുള്ളിൽ വരും. റെയിൽവേ സ്റ്റേഷൻ എത്തി. ഈ ബസ്സാര് വേറെ എവിടെ കൊണ്ടുപോയി നിർത്തി ഞങ്ങളാ. ഓടണം നോക്കിക്ക 2 ട്രെയിൻ കിട്ടി. സെറ്റ്. താഴെ വെക്കാൻ സമ്മതിക്കണില്ല. അയ്യോ ആരാണത്? പാടിയെന്നൊക്കെ വിളിക്കണേ. കിട്ടണണ്ടാ? ഫോറസ്റ്റ് കേക്കിന് കുറെ ഹിസ്റ്ററി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല്, എടാ എന്താണ് ഡ്രസ്സിന്റെ കളർ എന്ന് പറഞ്ഞാല്, കേക്കിന്റെ കളർ എന്ന് പറഞ്ഞാല് ബ്ലാക്ക്, റെഡ്, വൈറ്റ്. കരിവണ്ടി ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റൂ. ഫുള്ള് പഴയ സെറ്റപ്പ്. ഈ പുള്ളിനെയൊക്കെ നോക്കി പഴയ മോഡൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കഫേയുടെ അവിടെ എത്തി. ഇനി കുറച്ചും കൂടി പോയാൽ ഞങ്ങൾക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കഴിക്കാം. ഇപ്പോഴും കളർ എന്ന് പറഞ്ഞ ഒരാള് ആണ് ഈ ഒരു കേക്ക് കണ്ടുപിടിച്ചത്. ഈ കേക്കിന്റെ കളർ നമുക്കറിയാലോ, റെഡ്, വൈറ്റ്, ബ്ലാക്ക് ആണ്. ഈ കേക്കിന്റെ കളർ ഇങ്ങനെ വരാൻ കാര്യം, പണ്ടത്തെ ആൾക്കാർ, പണ്ട് ഇവിടെ ബ്ലാക്ക് ഫോറസ്റ്റിൽ ജീവിച്ച ആൾക്കാർ ഇടുന്ന ഡ്രസ്സിന്റെ കളറ് ഈ കളർ തന്നെയാണ്. ഈ 3 കളർ ആയതുകൊണ്ടാണ് ഈ ബ്ലാക്ക് ഫോറസ്റ്റിൽ ഇങ്ങനത്തെ കളർ വെച്ച് ഉണ്ടാക്കിയേക്കണത്. പിന്നെ എന്നാ പറ, അയാൾ ഉണ്ടാക്കി ബ്ലാക്ക് ഫോറസ്റ്റ് പേര് വരാൻ കാരണം വെച്ചാൽ ഇടുന്ന ഡ്രസ്സിന്റെ സാധനം വെച്ച് അങ്ങനെ കണ്ടപ്പോ ആൾക്കാർ ബ്ലാക്ക് ഫോറസ്റ്റ് വിളിച്ചിട്ടുണ്ട്. അല്ലാണ്ട് ഇവരെ വെച്ചിട്ടല്ല ഉണ്ടാക്കിയത്. ഇങ്ങനെയും പറയും. 4 മണിയായി എന്നിട്ട് കേക്കില്ലെങ്കിൽ നമുക്ക് ഇവനെ തല്ലണം.
എല്ലാരും മേടിക്കണം. ഗൈസ് ഇവരെന്നെ കൊല്ലും ഗൈസ്. ഉണ്ടാവും, കേക്ക് ഉണ്ടാവും. ഇതിന്റെ ഇടയിലാണ് കേക്കിന്റെ സ്ഥലം. അതുകൊണ്ടല്ലേ ഇത്തിരി മുമ്പ് പറഞ്ഞ കഥ ഏതാണ്? ഓരോ പ്രാവശ്യം ഓരോ കഥ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ബർത്ത്ഡേയാണ് നാളെ. അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ വെച്ച് കേക്ക് കട്ട് ചെയ്യാം. മെഴുകുതിരി ഉണ്ടാകുന്ന വെക്കണം. കാരണം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇവിടെ എത്താറായപ്പോഴും അറിഞ്ഞത് ഇവന്റെ ബർത്ത്ഡേ ആണെന്ന്. ഇതാണ് സാധനം. 4.6 യൂറോയാണ്. വാൾഡർ ക്രിസ്റ്റോർട്ടയില് ആൽക്കഹോള് ചേർക്കണം എന്നാണ് ഇവിടുത്തെ ഒരു ട്രെൻഡ്. ലോ അനുസരിച്ച് ഈ ഒരു കേക്കില് നമ്മ ബ്രാൻഡി അല്ലെങ്കിൽ റമ്മ് എന്തെങ്കിലും തരം ആൽക്കഹോള് ചേർത്തിട്ട് അതിൽ ചെറിയ ആൽക്കഹോളിന്റെ ഉള്ളില് ചെറിയ സോക്ക് ചെയ്തിട്ടാണ് നമുക്ക് കേക്ക് തരാം, കാട്ടിത്തരാം. അതെന്തായാലും വരുമല്ലോ. അപ്പൊ കാട്ടിത്തരാം. ഈ അടിമൂസിറ പറ്റി ഇതിലട്ട ബാക്കിലുള്ളത് ശ്വാസ്വാൾഡർ എന്തോ ഒരു ടോർട്ടെ. അത് ഈ ഒരു സംഭവമില്ലേ, ഇത് നമ്മുടെ ബ്രാൻഡി സോക്ക് ചെയ്ത് വെച്ചേക്കണ ചെറിയാണ് ഈ ഒരു സാധനം. കണ്ടോ, ഇത് ബ്ലാക്ക് കളർ, ഞാൻ നേരത്തെ പറഞ്ഞ വൈറ്റ് കളർ, റെഡ് കളർ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് വരുള്ളൂ. അപ്പൊ തിന്നാ പോടന്ന് നീ സത്യം പോയാ പൈസ പോയാ. ഞാൻ സത്യസന്ധമായിട്ടുള്ള റിവ്യൂ പറയാട്ടാ. എന്റെ റിവ്യൂ കാരണം ഇവരെടുക്കണത് ഒരു സൈഡിൽ നിന്നാണ്, പക്ഷെ നമ്മളങ്ങനെ എടുക്കരുത്. നമ്മളിങ്ങനെ എല്ലാ ഭാഗവും കൂടി കൂടിയിട്ട് കണ്ടാ എല്ലാം ഉണ്ട്. ഈ വെള്ളക്കില്ലേ, ഈ വെള്ള ക്രീമിന് മധുരമില്ല. മിണ്ടാണ്ടിരിയോ? ഈ വെള്ള ക്രീമിന് മധുരമില്ല. ആകെ മധുരം തോന്നിക്കണത് ഈ ചെറിയുള്ള സ്ഥലത്താണ്. ബാക്കിയുള്ള മധുരം ഒന്നുമില്ല. ഹെൽത്തിയാണ്. ഞാൻ സത്യം പറയട്ടെ, നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റിനാണ് ടേസ്റ്റ്. സത്യമായിട്ട് കൊള്ളൂല. ഇതൊക്കെ ഇല്ലേ, ഈ ഒരു സാധനം ഇല്ലേ, വെറുതെ എന്തോ സ്പഞ്ച് വെറും ഫ്രഷ് ആണെന്ന് എനിക്ക് തോന്നണില്ല. സത്യമായിട്ട് കൊള്ളൂല. ആകെ ആ ബ്രാൻഡിയുടെ ഇത്ര ചോര ഉള്ളതുകൊണ്ട് എന്റെ അഭിപ്രായത്തില് ട്രൈ ചെയ്യണ്ട. രണ്ടു വാലോട് കുത്തിക്കല്ലേ. സത്യമായിട്ടും പൈസ കൊടുത്തോണ്ട് തിന്നണേണ്. നമ്മുടെ വീട്ടിൽ കിട്ടണ കേക്കാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ എന്ത് വ്യത്യാസം ഉള്ളത്? നമ്മളിപ്പോൾ ഇവിടെ വന്നേക്കണത് ഇവിടുത്തെ സ്പെഷ്യൽ സാധനം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ബ്ലാക്ക് ഫോറസ്റ്റിലിരുന്ന് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കഴിക്കാൻ പറ്റണത് വളരെ ഭാഗ്യമാണ്. ഇല്ല, കഴിക്കും. ഞാൻ വ്ലോഗ് എടുക്കാൻ വേണ്ടി നിർത്തി വെച്ചതാ. ഞാൻ എല്ലാം ഇടും. എനിക്ക് സത്യം കഴിക്കാൻ, ഞാൻ എന്തും കഴിക്കണ ഞാനാണ്. ഈ സാധനം നമ്മുടെ അടുത്ത പ്ലം കേക്കിനെക്കാളും കഷ്ടമാണ്. ഈ ക്രീം എന്ന് പറഞ്ഞാല് എന്താണ്? ഈ ക്രീമാണിത്. ക്രീമിനൊരു മധുരം വേണ്ടേ? നമുക്ക് കുറച്ചൊരു അമ്മാമനെ പോലെ കുറച്ചൊരു വ്യൂ ഒക്കെ കണ്ട് തോറ്റ്. ഞാൻ ഇത്രയും കഴിച്ചു, പക്ഷെ ഇവന്മാരെ കഴിച്ചു കണ്ടത് തൊട്ടിട്ടില്ല. അപ്പൊ ആ ഒരു കഴപ്പൊക്കെ മറക്കിട്ടി. ഇനിയിപ്പൊ പോവാൻ പോകുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് വേറെ കാര്യത്തിലൂടെ ഫേമസ് ആണ്. ക്ലോക്കിന്റെ കാര്യത്തില് ക്ലോക്ക് കാണാൻ പോണേണ്. മിനിറ്റ് കൂടുമ്പോ ശരി, ഓരോ മണിക്കൂർ കൂടുമ്പോ ക്ലോക്ക് ബെല്ലടിക്കും. ക്ലോക്ക് ബെല്ലടിക്കലല്ല, നമ്മുടെ കിളി വരും. ഓരോ മണിക്കൂറും കൂടുമ്പോ ഒരു കിളി വന്നിട്ട് പുറത്തു കൂടെ എത്തി നോക്കും. ബാക്കിയുണ്ടെങ്കിൽ കാട്ടിത്തരാം, അല്ലെങ്കിൽ ഞങ്ങക്ക് വീട്ടിൽ പോണം. കാണാൻ പറ്റാൻ വഴിയില്ല. സാറാ മോഡലാണാ നീ എടുത്തേ? നടന്നത് ഇവന്റെ ഫോട്ടോ എടുക്കലാണ്. എങ്ങനെ ഇരുന്ന് പോസിംഗ്. 90s ചെടിച്ചേരെ കൂടി വന്നാല് ഇതാണ് കുഴപ്പം. 90s ചെടിച്ചേരെ കൂടി വന്നാല് സുഹൃത്തുക്കളെ, വഴി അറിയാത്ത ഈ കൊച്ചിനെ കൂടി ഞങ്ങളാണ് എങ്ങനെയൊക്കെ. എടാ, ഞാനാ വഴി പറഞ്ഞു കൊടുത്തത്. എവിടെ പോയാലും വഴി തെറ്റിക്കുള്ളൂ. 90s ചെടിച്ച ആള് പറയണേ ഉണങ്ങിയ ചക്രവും
ഉണങ്ങിയ രൂപങ്ങൾ. കാണിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ അതൊക്കെ ഒരു എസ്തെറ്റിക് ലുക്കാണ്. ഫോട്ടോകളൊന്നും ഇടണോട്ടെ ഇതിന്റെ കൂടെ. ഫോട്ടോസ് ഒക്കെ എടുത്തന്ന സൂരജിന് ഞാൻ നന്ദി പറയുന്നു. വേറെ വേറെ ബിൽഡിംഗ് വന്നിട്ടുണ്ട് കേട്ടാ. അവിടെ എത്തുമ്പോ കട്ടിത്തരി ഇവിടെ കാണാൻ പറ്റത്തില്ല. എന്റെ ഫോൺ ഐഫോൺ അല്ലല്ലോ. എന്നുവെച്ചെന്താ കരടി കേറി ഇറങ്ങി കളിക്കണ്. ഇതിന്റെ ഈ ക്ലോക്കിന്റെ പിന്നിലെ കാര്യം നമുക്ക് നമ്മുടെ തലമൂത്ത ആൾക്കാർ പറഞ്ഞു തരുന്നതാണ്. പറ ഇവനാ കുക്കുവിന്റെ രഹസ്യം, ക്ലോക്കിന്റെ രഹസ്യം പറ. ഇവിടുത്തെ നമ്മുടെ കുക്കു ക്ലോക്ക് ഇവിടെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. സ്ഥലത്തിന്റെ പേര് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കണ്ടുപിടിച്ചത്. പക്ഷെ എക്സാക്ട്ലി ഇവിടെ അല്ല, ഇവിടുന്ന് 10 മിനിറ്റ് ഉണ്ട്. പക്ഷെ അതിന്റെ മോഡൽസ് കുറെ ഇവിടെ വന്ന വഴി ഫുള്ളും ഉണ്ടായിരുന്നു. അതാണ് ഇവിടുത്തെ രഹസ്യം. ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു പറ. ട്രിപ്പ് നല്ല രീതിയിൽ പരാജയമായിരുന്നു. പക്ഷേ നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ട്രിപ്പ് വൈകാതെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ലൊക്കേഷൻ വരും. ഇവരുള്ളത് കൊണ്ട് എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റണില്ല. ഞാൻ ഇവരോട് സംസാരിച്ചിരുന്ന എനിക്ക് വ്ളോഗ് പറ്റണില്ല. നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പ്. കോട്ടില്ല, ഒന്നുമില്ല. പക്ഷെ ഒരു കോട്ടുണ്ട് കയ്യില്. അവന് മാത്രം കോട്ടുള്ളൂ, അത് ഞങ്ങൾ ഇടിയിക്കില്ല. ബസ് വെയിറ്റ് തന്നെയാണ്. ഇപ്പൊ 2 ട്രെയിൻ കയറി അടുത്ത ബസ് കേറാൻ പോണേണ്. അടുത്ത ബസ് വരണ്ടതേ ഇതല്ലേ അടുത്ത ബസ്. ഇവര് തെറ്റിക്കോട്ടാ. ഞാൻ ഒറ്റക്ക് പോണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് കേറും. പക്ഷെ ഇവര് ഹാപ്പിയാണ് കേക്ക് കഴിക്കാൻ പറ്റിയതില്. ബസ് എന്തിങ്ങനെ ഇരിക്കണേ? ബസിന്റെ ബാക്കിൽ എന്തൊക്കെയോ കാറ് പുറത്തോട്ട് വീഡിയോ എടുക്കുക. വ്ളോഗ് എടുക്കാൻ പറ്റണില്ല. ബാക്കിലാണ് നിങ്ങള് പ്രോത്സാഹിപ്പിക്കണില്ല. ഞാൻ വ്ളോഗ് എടുക്കുമ്പോഴേക്കും ഒരു ചിരിക്കും. ഓളെടുത്ത് വ്ളോഗ് സംസാരിക്കാതെ തുടങ്ങുമ്പോ ഇവര് ചിരിക്കും. അപ്പൊ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് വ്ളോഗ് മര്യാദക്ക് എടുക്കാൻ പറ്റാണ്ടിരുന്നത്. ഇങ്ങോട്ടേക്ക് വരാനുള്ള വഴിയിലാണ് കൂടുതലും വ്യൂസ് ഉള്ളത്. അപ്പൊ അവിടെ എത്ര ഡെസ്റ്റിനേഷൻ അടിപൊളിയാണ്. നമുക്ക് ആകെ പ്രശ്നം പറ്റിയത് മറ്റേ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കഴിച്ചെന്നുള്ളതാണ് പ്രശ്നം. അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ അത് കഴിച്ചെന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. പിന്നെ ഇങ്ങോട്ട് നമുക്കിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോ ഇപ്പൊ കാറിനൊക്കെയാണ് പറ്റുന്നുണ്ടെങ്കിൽ സെറ്റാണ് ഓരോരുത്തർ നിർത്തിയിട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല തണുപ്പുണ്ട് സീരിയസ്ലി. ഇവിടെ ഇതിന്റെ മൂലക്ക് നിറഞ്ഞിരിക്കണേണ്. ഏകദേശം 9 മണിയായി. വേറൊരു ട്വിസ്റ്റ് എന്താന്ന് വെച്ചാല് നാളെ വർക്കുണ്ട്. 4 മണിക്ക് എണീക്കണം, 5 മണിക്ക് പോണം. നടക്കാം. വീഡിയോ എടുക്കണ്ടേ? നല്ല ഇതിന്റെ കൂടെ ഞാനില്ലേ, അവിടെ ആൾക്കാര് പാട്ടൊക്കെ വെച്ച് സെറ്റ്. അപ്പൊ ഞങ്ങളും പാട്ട് അവരിങ്ങോട്ട് വന്നിട്ടോ തെറി പറയാൻ. ഓടിയേക്ക് വന്നി നീ ഡീലാക്ക്, ഞാൻ പോയി പോലീസിനെ വിളിക്കാം. അങ്ങനെ ഞങ്ങൾ എത്തി ഗൈസ്. ഫോർസൈമില് എത്തി, തിരിച്ചെത്തി 10 മണിക്കൂറിന് ശേഷം. സന്തോഷമായില്ലേ? നിനക്ക് സന്തോഷമായില്ലേ? ഡബിൾ ഹാപ്പി. ഒരു ചായ ഒരു കേക്കും 10 മണിക്കൂർ